എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു ആരോപണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഈഗോ ആണ്. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു ആരോപണം. കേട്ട് കേട്ട് ഞാനും ഞാൻ ഭയങ്കര ഈഗോ ആണ്, എനിക്ക് ഭയങ്കര ഈഗോ ആണ്. ഇപ്പം ഞാൻ ആലോചിക്കും, എനിക്ക് ഈഗോ ആയിരുന്നോ? എനിക്ക് ഈഗോ ആണോ? അതിൻ്റെ പേര് സെൽഫ് റെസ്പെക്റ്റ് എന്നല്ലേ? ഞാനിങ്ങനെ സെൽഫ് ബ്ലെയിം ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഈഗോ ആണ്. അത് എനിക്കത് മാറ്റാനായിട്ട് കഴിഞ്ഞത്, ഇതേപോലെ കുറേ സ്ത്രീകൾ വന്ന് എൻ്റെ അടുത്ത് പറയാണ്, ഭയങ്കര ഈഗോ ആണ് എനിക്ക് മാഡം, അതെങ്ങനെ മാറും? അപ്പോൾ ഞാനും ആലോചിച്ചത്, അത് ഈഗോ അല്ല, അതിൻ്റെ പേര് സെൽഫ് റെസ്പെക്റ്റ് എന്നാ. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് സെൽഫ് റെസ്പെക്റ്റ് പാടില്ല എന്ന് പറയുന്നത്? ഇന്നലെ കൂടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുക, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഞങ്ങൾ ഒരു പുരുഷ സുഹൃത്താണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ സിംഗിളാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ ഇനി ഒരു പുരുഷന് കഴിയാനായിട്ടുള്ള ഇതിൽ വന്നാൽ, ഭാവിയിൽ അങ്ങനെ ഒരാളോട് എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉടനെ പുള്ളി നെക്സ്റ്റിൽ അത് ഭയങ്കര ഈഗോ ആയതുകൊണ്ടാണ് പാർട്ട്ണർ വേണ്ടാന്ന് തോന്നുന്നത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, അത് ഈഗോ അല്ല, അതിൻ്റെ പേര് ഈഗോ എന്നല്ല. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, ഒരുപാട് ഭയങ്ങളുള്ള ഒരു സാധാരണ സ്ത്രീയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന അവസ്ഥകളൊക്കെ എനിക്കും ഉണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ അത് ഈഗോ അല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഒരുപാട് ഭയങ്ങളുള്ളൊരു സാധാരണ സ്ത്രീയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഭയങ്ങളെ തുരുത്തി ഓടിക്കാൻ പോകുന്ന ഒരു പുരുഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെ അങ്ങ് ഏറ്റെടുത്തു. ഞാൻ എന്നെ പാമ്പർ ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്നെ ഒരുപാട് സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എന്നെയും കൊണ്ട് നടന്ന് ഒരുപാട് കാഴ്ചകൾ കാണിക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ എൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. അന്ന് തൊട്ടാണ് എല്ലാവരും എന്നെ ഈഗോയിസ്റ്റിക് എന്നും സ്റ്റബേൺ എന്നും പറയാൻ തുടങ്ങിയത്. ഞാൻ ഒരുപാട് ഭയങ്ങളുള്ള ഒരു സാധാരണ, അല്ലെങ്കിൽ ഒരു തൊട്ടാവാടിയായ സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ പക്ഷേ എന്നെ ചവിട്ടി മെതിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ശരിയെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ എന്നെ അടിച്ചമർത്തി എൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കാറുണ്ട്. വീണെടുത്തുനിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കാറുണ്ട്. അവർക്ക് നേരെ ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട്. അതിൻ്റെ പേര് ഈഗോ എന്നല്ല, അതിൻ്റെ പേര് സെൽഫ് റെസ്പെക്റ്റ് എന്നാണ്.